ഹായ് ഓൾ, ട്രേഡ്മാർക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി. ഞാൻ ട്രേഡ്മാർക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ മെൻറ്ററാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് എന്താണ്? ബിറ്റ് കോയിൻ, വലിയ പ്രൈസ് മൂവ്മെൻറ്റ്, സോഷ്യൽ മീഡിയ ഹൈപ്പുകൾ എന്നിവയാണോ? എന്നാൽ ശരിക്കും എന്താണ് ക്രിപ്റ്റോ മാർക്കറ്റ്? ഇത് വെറും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മാത്രമാണോ? അല്ലെങ്കിൽ ഇതിനു പിന്നിൽ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ബേസിക്സിനെ വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പല ഫിനാൻഷ്യൽ സർവീസിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സാമ്പിളായി സ്റ്റോക്ക് മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് വർക്കിംഗ് അവേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തിരിക്കാം. എന്നാൽ ക്രിപ്റ്റോ നെറ്റ്വർക്കുകൾ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും എപ്പോഴും വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ നടത്താനായി നിങ്ങൾക്ക് അവധി ദിവസങ്ങളിലോ രാത്രികളിലോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 365 ദിവസവും ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുന്നത് തന്നെയാണ് ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രിപ്റ്റോ നെറ്റ്വർക്കുകളെ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെയോ മാത്രം മാർക്കറ്റായി കാണാൻ സാധിക്കുന്നതല്ല. ഇത് ഇന്റർനെറ്റ് വഴി പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അറ്റ് എ ടൈം തന്നെ അമേരിക്കയിലോ ആഫ്രിക്കയിലോ യൂറോപ്പിലോ ഉള്ള വ്യക്തികൾ ഈ നെറ്റ്വർക്കുകൾ അറ്റ് എ ടൈം തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിനെ എല്ലാവരും ബോർഡർലെസ് ടെക്നോളജി എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇന്റർനെറ്റ് കണക്ഷനുള്ള ആർക്കും ഈ നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടുന്നതാണ്. ക്രിപ്റ്റോയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്നത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ റെക്കോർഡിംഗ് സിസ്റ്റമാണ്. ചിലർ ഇതിനെ ഇൻവെസ്റ്റ്മെന്റിനായി ഉപയോഗിക്കുന്നു, മറ്റു ചിലർ ടെക്നോളജി പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ചിലർ ഇതിനെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും ഡിജിറ്റൽ പേയ്മെന്റുമായി ഉപയോഗിക്കുന്നു. മറ്റു ചിലർ ബ്ലോക്ക് ചെയിൻ ബേസ് ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായി ക്രിപ്റ്റോയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിനെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായി മാത്രം കാണാൻ സാധിക്കില്ല. ഇതിനു പിന്നിൽ വലിയൊരു ടെക്നോളജി എക്കോസിസ്റ്റം തന്നെയുണ്ട്. ക്രിപ്റ്റോ മാർക്കറ്റ് വലിയൊരു എക്സൈറ്റിംഗ് ആയ ഒരു ഫീൽഡാണ്. പക്ഷേ അതേസമയം പ്രൈസ് വോളറ്റിലിറ്റി വളരെ കൂടുതലുള്ള ഒരു മാർക്കറ്റ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യം ടെക്നോളജി മനസ്സിലാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രൈസ് എത്ര ഉയരും എത്ര താഴും എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ബ്ലോക്ക് ചെയിൻ എന്താണ്, ക്രിപ്റ്റോ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നെറ്റ്വർക്ക് എങ്ങനെ സെക്യൂർ ആവുന്നു എന്നീ കാര്യങ്ങൾ പഠിക്കുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിപ്റ്റോ എന്നത് ഒരു കോയിൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ചാർട്ട് മാത്രമല്ല, ഇത് ഇന്റർനെറ്റ് വഴി വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡീസെൻട്രലൈസേഷൻ, ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്നിവയാണ് ക്രിപ്റ്റോയുടെ മെയിൻ ഫീച്ചേഴ്സ്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ തീരുമാനമാണ്. പക്ഷേ അതിനു മുൻപ് ഈ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഈ ക്രിപ്റ്റോ സീരീസിലെ അടുത്ത വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.